ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇടിയിറച്ചിയാണ്. ഇതിന് ആദ്യം നമുക്ക് വേണ്ടത് ബീഫാണ്. നമുക്ക് ഏത് ഇറച്ചി വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം, ബട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ബീഫാണ്. അപ്പോൾ ബീഫ് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വെയിലത്ത് ഉണക്കിയെടുത്ത ബീഫാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മൾ കനലിലിട്ടാണ് ചൂടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇടാം. അടുപ്പിൽ ചെറിയൊരു ചൂടാണേ ഉള്ളൂ, ഒരുപാട് കനലില്ല. അപ്പോൾ നമുക്ക് ഇറച്ചി ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇടാം. നമുക്കിത് ഈ കനലിലിട്ടിട്ടും ചൂടാക്കി സോഫ്റ്റായി എടുക്കാം, അല്ലെങ്കിൽ ഈ പറയും പോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്താലും മതി. 1-2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം സോഫ്റ്റാക്കി എടുത്താലും മതി. കനലിൽ ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഇടിയിറച്ചി നമ്മൾ കനലിലൊന്ന് ചുട്ടെടുക്കുകയാണ്. ഏകദേശം എന്തുകൊണ്ട് ഇതുപോലെ വെള്ളമൊക്കെ ഇന്നിങ്ങനെ നീരൊക്കെ ഇറങ്ങിയിട്ടൊരു സോഫ്റ്റ് ആവുന്ന ഒരു പരുവത്തിലാണ് നമ്മളിതിനെ എടുക്കേണ്ടത്. ഇടിയിറച്ചി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു കനലിലിട്ടിട്ടാണ് ചുട്ടെടുത്തത്. ഇതൊരു സോഫ്റ്റ് ആവുന്ന പരുവം, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇത് സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇതാവണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതെടുക്കാൻ. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, വിറകടുപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നല്ല ചുടുവെള്ളത്തിൽ ഒരു 1-2 മണിക്കൂർ ഇട്ടിട്ട് വെച്ചാലും മതി. അപ്പോൾ അത് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ വിറകടുപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മളതിനകത്ത് ചുട്ടെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചുടുവെള്ളത്തിലിട്ട് എടുക്കാം. 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമുക്കിതിനെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് അമ്മിയിലൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളിനി ഇടിയിറച്ചി നന്നായിട്ട് അമ്മിയിലിട്ട് ചതയ്ക്കാൻ പോകുന്നു. നമുക്കങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി ഇനി കൈ കൊണ്ട് ഇതിനെ ഒന്നിങ്ങനെ പിച്ചി എടുക്കണം. ഇടിയിറച്ചിനെ നന്നായിട്ട് ഇങ്ങനെ പിച്ചിടണം. കനലിൽ ചുട്ട ഇടിയിറച്ചിക്ക് നല്ല മണമുണ്ട്. നമ്മുടെ സ്നോവി അവിടെ കിടന്ന് ഒരേ കൊരയാണ്, അവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. നന്നായി പിച്ചി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ നമ്മൾ പിച്ചി വെക്കണം. ഫുൾ കംപ്ലീറ്റ് എല്ലാം നൈസായിട്ട് തന്നെ ആക്കിയെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. നല്ല വെളിച്ചെണ്ണയാണ് ഇതിന് കുറച്ചുകൂടി നല്ലത്, കാരണം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നന്നായിരിക്കുക. എണ്ണ ഒഴിച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാവട്ടെ. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇടാം. ചെറുതായി കൊത്തിയരിഞ്ഞ ചെറിയുള്ളി തന്നെ വേണം. ചെറിയുള്ളിയാണ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയുള്ളി തന്നെ ആഡ് ചെയ്യണം. നന്നായിട്ട് വഴറ്റണം. പെട്ടെന്ന് വഴണ്ടിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലേശം ഉപ്പ് ആഡ് ചെയ്യാം ഇതിനകത്തേക്ക്. ഉപ്പ് ലേശം മാത്രം ചേർത്താൽ മതിയാവും, കാരണം നമ്മുടെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വെയിലത്ത് ഉണക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നന്നായി വഴറ്റണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേയും വഴറ്റണം. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ
മസാലകൾ ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല. ഇനി കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസാലയൊക്കെ അടി പിടിച്ച് പോകും. ലേശം കുരുമുളക് പൊടി, നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും, ഒരുപാട് മസാലക്കുത്ത് വേണ്ട. അപ്പോൾ ലേശം ഗരം മസാല ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസാല അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇടിയിറച്ചി ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കുക. സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി, കാരണം മസാല ഉള്ളതുകൊണ്ട് സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് ഫുൾ ഇടിയിറച്ചിയിലേക്ക് മസാല പിടിക്കും പോലെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് കറക്റ്റാണ്, അതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ലേശം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളകാണ് ഇതിന് കുറച്ചും കൂടിയും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇറക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നും കുറച്ചും കൂടി കുരുമുളക് ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമ്മുടെ ഇടിയിറച്ചി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ ആവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ഇടിയിറച്ചി ഏറെക്കുറെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.